എത്ര പ്രായം ചെന്നാലും നമ്മൾ സ്കൂളിൽ പഠിച്ച ആ ഒരു ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത് അല്ലേ? അന്ന് യൂണിഫോം ഒക്കെ ഇട്ടാണല്ലോ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് ചെറിയ കുഞ്ഞു പതാകയൊക്കെ കൈ പിടിച്ച് പോകാൻ നല്ല ഉഷാറാണ് അന്നത്തെ ദിവസം. എനിക്ക് ചെറിയ ചുറ്റുപാത്രത്തിൽ പായസമൊക്കെ കൊണ്ട് വീട്ടിൽ കൊണ്ട് തന്നു. നല്ല ടേസ്റ്റാണ് അന്നത്തെ പായസമൊക്കെ കുടിക്കാൻ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുടിക്കുമ്പോൾ. ഹായ്, ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. ഇന്ന് ഓഗസ്റ്റ് 15. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ. ഞങ്ങൾ നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കാലിക്കറ്റ് സൈനിക കൂട്ടായ്മയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇന്ന് സ്വാതന്ത്ര്യദിനമല്ലേ, അപ്പം ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു മീൻ കറിയുടെ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയല്ലേ, അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് നല്ലൊരു മീൻ കറിയുടെ കറി മാത്രമല്ല, എൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കപ്പയുണ്ട്. അപ്പോൾ നമുക്ക് കപ്പയൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിക്കണം. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി 500 ഗ്രാം മത്തി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, പിന്നെ കുറച്ച് പൊടികളുണ്ട്. മല്ലിപ്പൊടി വേണ്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരല്പം ഉലുവാപ്പൊടിയും ഉപ്പും. അപ്പോൾ ഇതെല്ലാം കൂടി ഞങ്ങൾ നന്നായിട്ട് അരച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ഇതിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: ഒരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, അതുപോലെ 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമ്മളൊരു 6 അല്ലി ചെറിയുള്ളിയാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ തന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ചെറിയുള്ളി അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടത്തിൽ തന്നെ 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞങ്ങളൊരു വലിയ കഷ്ണം കുടംപുളിയാണ് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചൊരു നമ്മൾ മീൻ കറി വെക്കുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ വെള്ളത്തിൽ അതിന് മുമ്പ് ആദ്യം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കഴുകി നന്നായി ഈ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റ് മുമ്പ് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ പുളി ഇട്ട് വെക്കുകയാണെങ്കിൽ അത് അതോടുകൂടി തന്നെ കറിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ ആ പുളി പെട്ടെന്ന് തന്നെ മീനിലേക്ക് പിടിക്കും. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീൻ വേവുന്നതിന് ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞങ്ങളിവിടെ ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മീൻ എന്തോരമുണ്ട് ആ മീൻ മൂടിത്തക്ക വിധത്തിലുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ അരച്ച് വെച്ച അരപ്പിൻ്റെ ഒരു അല്പം ഉണ്ട്. അരപ്പെല്ലാം ഒന്ന് കഴുകി ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ച ശേഷമാണ് നമ്മൾ മീനുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മൂടി വെച്ച ശേഷം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ നമുക്ക് വരുന്നുണ്ടല്ലോ ലെസ്ലി? എത്ര പ്രായം ചെന്നാലും നമ്മൾ സ്കൂളിൽ പഠിച്ച ആ ഒരു ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത് അല്ലേ? അന്ന് യൂണിഫോം ഒക്കെ ഇട്ടാണല്ലോ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ യൂണിഫോം ഒക്കെ ഇട്ട് ചെറിയ കുഞ്ഞു പതാകയൊക്കെ കൈ പിടിച്ച് പോകാൻ നല്ല ഉഷാറാണ് അന്നത്തെ ദിവസം. അത് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നെല്ലിപ്പോയിൽ സ്കൂളിലാണ് പഠിച്ചത്. അന്ന് നെല്ലിപ്പോയി അങ്ങാടി കൂടെ പതാകയൊക്കെ പിടിച്ച ഒരു ജാഥയുണ്ട്. എല്ലാവരും കൂടെ യൂണിഫോം ഒക്കെ ഇട്ട് അതൊക്കെ ഇപ്പോഴും നമുക്ക് മറക്കാത്ത ഒരുപാട് ഓർമ്മകളാണ് നമ്മുടെ മനസ്സിൽ. പിന്നെ അന്ന് വലിയ ഒറ്റമാത്രം കൊണ്ടു നമ്മൾ ചോറുണ്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചോറുണ്ട് കഴിയുമ്പോൾ പായസം മിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ വീട്ടിൽ കൊണ്ടുവിടാൻ തരുമല്ലോ. ഒരു കൊല്ലം ഞാൻ സ്കൂളിൽ പോയില്ല. അപ്പോൾ ലവ്ലി എനിക്ക് ചെറിയ ചുറ്റുപാത്രത്തിൽ പായസമൊക്കെ വീട്ടിൽ കൊണ്ട് തന്നു. നല്ല ടേസ്റ്റാണ് അന്നത്തെ പായസമൊക്കെ കുടിക്കാൻ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുടിക്കുമ്പോൾ നല്ല രസവും നല്ല ഓർമ്മകളും ചിരിയും തമാശയൊക്കെ ആയിട്ട് ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. അപ്പം വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വായിച്ച് നമ്മുടെ ഓർമ്മകളൊക്കെ ഒന്നുകൂടെ വീണ്ടും നമുക്കൊന്ന് പുതുക്കാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല രസകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കറി തിളച്ച് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. 13 മത്തിയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോയുടെ അടുത്ത് വരും. അപ്പം ഞങ്ങൾ നന്നായിട്ട് നാരങ്ങാനീരും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്താണ്. ഇനിയിപ്പോൾ നാരങ്ങാനീര് വീട്ടിലില്ലെങ്കിൽ ഒരല്പം വിനാഗിരിയൊക്കെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. അപ്പം മത്തിയുടെ ടേസ്റ്റ് അല്ലേ? മത്തിയുടെ ടേസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും മത്തിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. മത്തിക്ക് മത്തി തന്നെ വേണം. ഇപ്പം മത്തി പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ഏത് മീനും ഇതേ രീതി നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് ചെറുതായിട്ടൊരു 2 വരയൊക്കെ വരച്ച് ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം ആ മീനിൻ്റെ നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ ഗ്രേവി പിടിക്കും.
അപ്പം നമുക്കൊന്ന് വരഞ്ഞ് വെച്ചിട്ട് ഒരു 2 വര വരച്ചാൽ മതി. നമുക്ക് മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെള്ളത്തോടുകൂടി ചേർക്കരുത്. വെള്ളമൊക്കെ മാറ്റിയ ശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവൂ. മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളത്തിന് കുറവുണ്ട്. മീനുകളെല്ലാം മൂടിക്കിടക്കണം. അപ്പോൾ അത്രയ്ക്കുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞങ്ങളൊരു 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്ത്. കുറച്ച് ഒരല്പം തിളപ്പിച്ച വെള്ളമാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് സ്പൂണിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. തിളച്ച ശേഷം നമ്മൾ സ്പൂണിട്ട് ഇളക്കരുത്, ചിലപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിരുന്നു. നമുക്ക് കറി റെഡി ആയോ എന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? നല്ലൊരു കളർഫുള്ളല്ലേ നോക്കിയേ. നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ലവ്ലി ഭയങ്കര മീൻ കൊതിച്ചാട്ടോ. കപ്പയും മീനും കണ്ടാൽ പിന്നെ വിടൂല. ഇങ്ങനെയുണ്ട്, ഉപ്പും പുളിയൊക്കെ ഉണ്ടോ? ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ മീൻ കറിക്ക്. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു മുളക് നമുക്കൊന്ന് പൊളന്നിടാം. നടുവേ ഒന്ന് കീറി ഇങ്ങനെ ഇട്ടാൽ മതി. ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് ഇഷ്ടമാണ് മത്തിക്കറിക്ക്. എല്ലാം കൂടെ ചേർത്ത് കഴിക്കുമ്പോഴേ. അപ്പം ഞങ്ങൾ അതും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പം നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് മീൻ കറി നന്നായിട്ട് പറ്റി നല്ല അതിൻ്റെ കറി റെഡിയാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സെർവിംഗ് ബോളിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെർവിംഗ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് കപ്പയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കപ്പയിലേക്ക് മത്തിക്കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഷിൻസ് വന്നിട്ടുണ്ട്. ഷിൻസ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കപ്പയും മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കാൻ വേണ്ടി ഷിൻസൊക്കെ എത്തിയിട്ടുണ്ടെന്ന് നോക്കിയാൽ ഷിൻസേ. ഓക്കെ, ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം കേട്ടോ. അത് കണ്ടിട്ട് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റെഡ് നിറത്തിലുള്ള മീൻകറിയും അതുപോലെ തന്നെ ഈ മത്തിയൊക്കെ ഞാൻ ശകലം ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഇത് എല്ലാം അരച്ചിട്ടാണ് ചേർത്തേക്കുന്നത് തോന്നുന്നല്ലേ? എല്ലാം അരച്ച് ചേർത്തിട്ട്. ശരി ശരി. തേങ്ങ ചേർത്തിട്ടില്ലല്ലേ? ഇല്ല. കാരണം ആ വെളിച്ചെണ്ണ ചേർത്തതിന്റെ മണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും അവസാനം ചേർത്തല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ നല്ല സ്മെല്ല്. അതിന്റെ സ്മെല്ലാണ് നല്ലതായിട്ട് വരുന്നത്. ഞാനെങ്കിലും ഒരു ചെറിയൊരു മീൻ കഷ്ണം ഒരു ചെറിയൊരു കപ്പയും എടുത്ത് ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മുളകിൻ്റെയും അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള സാധനങ്ങളിൽ അരച്ച് ചേർത്തേക്കുന്നതിൻ്റെയൊക്കെ ടേസ്റ്റ് വളരെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കപ്പയും മത്തിയും കഴിച്ച് നോക്കി. ഇനി മത്തി തന്നെ ഒന്ന് കഴിച്ച് നോക്കണം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് കേട്ടോ മത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറുത്തും കറി വെച്ചും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ ഇത്? ഇത്രയും കപ്പയില്ലേ? മതി മതി. ഈ സമയത്തൊക്കെ മത്തി മേടിക്കണം. നല്ല നെയ്യുള്ള സമയം, നല്ലൊരു ടേസ്റ്റ് വരും. അത് മാത്രമല്ല എല്ലാ സാധനങ്ങളും പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അരച്ച് ചേർത്തോണ്ടാണെന്ന് തോന്നുന്നു. അതെ, തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ അരച്ച് ചേർത്തോണ്ടാണ്. അതിന്റെ എല്ലാം ടേസ്റ്റ് ചെറിയ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ കാലിക്കറ്റ് സൈനിക കൂട്ടായ്മ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്ത്. അവർ മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ നല്ല നല്ല ഓർമ്മകൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.